ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. നമ്മൾ പഠിച്ചിരുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകവും അതുപോലെ തന്നെ ടോട്ടൽ ഇൻകവും എന്താണെന്ന്. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻകം ടാക്സിലെ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂട്ടിയാൽ കിട്ടുന്നതാണ് ഏത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതുവരെയുള്ള കാര്യത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ. ആദ്യം നമ്മൾ ഇൻകം ഫ്രം സാലറി കണ്ടു, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി കണ്ടു, പിന്നെ ബിസിനസ് കണ്ടു, ക്യാപിറ്റൽ ഗെയിൻ കണ്ടു, അതർ സോഴ്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ 5 കൂട്ടി ഗ്രോസ് ടോട്ടൽ ഇൻകം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻ അണ്ടർ സെഷൻ 80C സെഷൻ 80U വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, ടോട്ടൽ ഇൻകം കിട്ടുക. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻ അണ്ടർ സെഷൻ 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാലാണ് ടോട്ടൽ ഇൻകം കിട്ടുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ടോട്ടൽ ഇൻകം കാണണം. ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ എന്ത് കുറക്കണം, സെഷൻ 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ പ്രത്യേകം പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിഡക്ഷൻ അണ്ടർ സെഷൻ 80C to 80U. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. തിയറിക്കും ചോദിക്കും, essay ക്വസ്റ്റ്യനിൽ വരും വാട്ട് ആർ ദ ഡിഡക്ഷൻ അണ്ടർ സെഷൻ 80C to 80U. 15 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമുക്കറിയണം. ഇനിയോ 4 മാർക്കിന് ചോദിക്കും വാട്ട് ഈസ് സെക്ഷൻ 80C, അല്ലെങ്കിൽ 2 മാർക്ക് ചോദിക്കും വാട്ട് ഈസ് സെക്ഷൻ 80E ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൽ നിർബന്ധമാണ്. സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിലെ കുറച്ച് സെക്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നുണ്ട് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതിൽ നിന്നും സെക്ഷൻ 80C to 80U വരെയുള്ള കാര്യങ്ങൾ കുറച്ചാലാണല്ലോ ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ താഴെ കൊടുക്കുകയാണ് ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻ്റ് ഡിഡക്ഷൻസ് അവൈലബിൾ ടു ഇൻഡിവിജ്വൽസ്. താഴെ തന്നിട്ടുള്ള ചില ഡിഡക്ഷൻസ് ഉണ്ട്. അത്തരം ഡിഡക്ഷൻസ് ആണ് ഒരു ഇൻഡിവിജ്വലിന് കുറക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷനാണ് സെഷൻ 80C. 80C മുതൽ U വരെയാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്താണ് സെഷൻ 80C. സിയിൽ പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. എന്താണ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് LIC എടുത്തിട്ടുണ്ട്. നമ്മൾ LIC എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഓരോ വർഷവും പ്രീമിയം അടക്കണം. ആ പ്രീമിയം അടച്ച തുക എവിടെ കുറക്കാം, സെഷൻ 80Cയിൽ കുറക്കാം. അതുപോലെയോ കോൺട്രിബ്യൂഷൻ ടു PF, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഓരോ മാസവും സാലറിയുടെ സെർട്ടൻ പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് ഒരു വർഷത്തെ കൺവേർട്ട് ചെയ്താൽ നമുക്കൊരു വർഷത്തിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് കിട്ടും. ആ എമൗണ്ടും കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സെഷൻ 80C എന്താണ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു PF എക്സെട്ര. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു PF കാണാപ്പാടത്തിൻ്റെ പഠിക്കുക. ഓക്കെ, അതിന് താഴെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മാക്സിമം ഡിഡക്ഷൻ ₹1,50,000 പെർ ആനം. മാക്സിമം ഒരു ഇൻഡിവിജ്വലിന് 1,50,000 രൂപ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഒരാൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 2 ലക്ഷം രൂപ അടക്കുന്നുണ്ട്. അപ്പോൾ ഡിഡക്ഷനായിട്ട് 2 ലക്ഷം രൂപ കുറക്കാൻ പറ്റുമോ? പറ്റില്ല. മാക്സിമം 1,50,000 രൂപയാണ് ഒരു വർഷത്തിൽ ഇതിൽ ഈ ഹെഡിൽ സെഷൻ 80Cയിൽ കുറക്കാൻ പാടുള്ളൂ. ഇനി ലൈഫ് ഇൻഷുറൻസിൽ അയാൾ 75,000 രൂപ അടക്കുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ടു PFലേക്ക് അയാൾ 1 ലക്ഷം രൂപയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്ര, 1,75,000 രൂപയായി. പക്ഷേ മാക്സിമം എത്ര പറ്റുള്ളൂ, 1,50,000 മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ഓർത്ത് വെക്കുക. പിന്നെയോ പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് സെൽഫ്, അതായത് ഇൻഡിവിജ്വലിൻ്റെ ആരാണോ ഇവിടെ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് ആ അസസിയുടെ പേരിലുള്ള LIC ആണെങ്കിൽ അതിൻ്റെത് ലെസ് ചെയ്യാം. സ്പോസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടക്കുന്ന എമൗണ്ട് ലെസ് ചെയ്യാം. ചിൽഡ്രൻ, കുട്ടികളുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നുണ്ടെങ്കിലും അതും ലെസ് ചെയ്യാം. നോട്ട് ഫോർ പാരൻസ്, അതായത് പാരൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് നമ്മൾ അടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരതൊക്കെ പറ്റും, നമ്മളത് പറ്റും, വൈഫിൻ്റെ പറ്റും, കുട്ടികൾക്കും പറ്റും. പാരൻസിൻ്റെ LICയിലേക്കുള്ള പ്രീമിയം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സെഷൻ 80Cയിൽ പറയുന്നത്.
അപ്പോൾ രണ്ട് കാര്യം ഡിസ്കസ് ചെയ്ത്. ഒന്ന് 1,50,000 രൂപയാണ് മാക്സിമം. രണ്ടാമത്തത് LICയുടെ പ്രീമിയം അയാളത് അല്ലേ, ആരാണ് അസസ് അയാളത്, അയാളെ ഭാര്യയുടേത്, അയാളെ മക്കളത്, പാരൻസിന് പറ്റില്ല. അതോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ട ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് സം അഷ്വേർഡ് ഈഫ് പോളിസി ടേക്കൺ ആഫ്റ്റർ 1 April 2012. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള അഷ്വേർഡ് എമൗണ്ടിൻ്റെ 10% കൂടാൻ പാടില്ല. അതായത് ഒരു LIC കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും 1 ലക്ഷം രൂപ വീതം എന്ത് ചെയ്യണം, 1 ലക്ഷം രൂപ വീതം പ്രീമിയം അടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായി 10% അല്ലേ. ഇനി അതേ കേസിൽ തന്നെ നമ്മൾ പറയുകയാണ് 1,10,000 രൂപ നിങ്ങൾ പ്രീമിയം അടക്കണം ഓരോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1,10,000 രൂപ അടച്ചാൽ എന്തില്ല, ഇവിടെ ഡിഡക്ഷൻ ചെയ്യാൻ കഴിയില്ല. എന്താ പറഞ്ഞത്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒരിക്കലും അഷ്വേർഡ് എമൗണ്ടിൻ്റെ 10% കൂടാൻ പാടില്ല. അഷ്വേർഡ് എമൗണ്ടിൻ്റെ 10% കൂടാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം പഠിച്ചു വെക്കുക. അത് എന്നെടുത്താലാണ് 2012, ഇപ്പോൾ ഉള്ളതൊക്കെ എന്തായാലും 2012 ശേഷമുള്ളത് തന്നെയാണ്. അപ്പോൾ ഡേറ്റിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കൊന്നും വേണ്ട. അഷ്വേർഡ് എമൗണ്ടിൻ്റെ 10% കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടാവാൻ പാടില്ല. അതാണ് അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, സെൽഫ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, നോട്ട് ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അതായത് നമ്മളവിടെ പറഞ്ഞു PFലേക്ക്, ഇപ്പോൾ നമ്മൾ LICയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി PFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഡക്ഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇനി പറയുന്നത്. PFൻ്റെ കോൺട്രിബ്യൂഷൻ ഏതിലേക്കാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പ്രകാരമുള്ള പ്രൊവിഡന്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടോ എന്താണ്, RPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും, ഒരു ഫിക്സഡ് ഇൻകം ഉള്ള ഏതൊരു വ്യക്തിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ SBIയിൽ പോയി നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രൊവിഡന്റ് ഫണ്ടാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. നോട്ട് ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി അല്ല, അതുപോലെ തന്നെ ഇൻകം ടാക്സ് കമ്മീഷൻ അപ്രൂവ് ചെയ്യാത്ത അല്ലേ, എക്സ്പ്രസ് ചെയ്യാത്ത ഒരു പ്രൊവിഡന്റ് ഫണ്ടാണ് ഏത്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പോൾ ഏതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ സെക്ഷൻ 80C പ്രകാരം കുറക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഉണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാം. ക്വസ്റ്റ്യൻ പറയാണ് ഡാഷ് എമൗണ്ട് ഈസ് കോൺട്രിബ്യൂട്ടഡ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറയാണ് ₹15,000 കോൺട്രിബ്യൂട്ടഡ് ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാം. RPFലേക്കാണെങ്കിൽ കുറക്കാം, PPFലേക്കാണെങ്കിൽ കുറക്കാം. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ലെസ് ചെയ്യാൻ പാടില്ല. അടുത്ത നോക്ക്, പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് ഹൗസിൽ ലോൺ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്ന് ഒരു എമൗണ്ട് തന്നാൽ അതും ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Cയിൽ കുറക്കാം. എന്താണ്, പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് ടു ഹൗസിൽ ലോൺ, ഹൗസിൽ ലോണിൻ്റെ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് നടത്തി പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുത്തു എന്നൊരു ഐറ്റം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ആ ഐറ്റം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Cയിൽ കുറക്കാവുന്നതാണ്. ഇപ്പോൾ നാലാമത്തെ കാര്യം എന്താണ്, പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് ഹൗസിൽ ലോണ്. നെക്സ്റ്റ്, ഡെപ്പോസിറ്റ് ഇൻ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ, ₹50,000 ഡെപ്പോസിറ്റ് ഇൻ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാൻ പറ്റും. മറ്റൊന്നാണ് ട്യൂഷൻ ഫീ ഓഫ് 2 ചിൽഡ്രൻ. 2 കുട്ടികൾക്ക് ട്യൂഷൻ ഫീ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്കാണ് ട്യൂഷൻ ഫീ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാൻ പറ്റും. പക്ഷേ 3 കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ 3 കുട്ടികൾക്ക് കുറക്കാൻ പാടില്ല. 2 കുട്ടികൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്യൂഷൻ ഫീസ് ലെസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോർ 5 years ഓർ മോർ വിത്ത് നാഷണലൈസ്ഡ് ബാങ്ക്. നാഷണലൈസ്ഡ് ബാങ്ക് എന്താ, നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ബാങ്കാണ് നാഷണലൈസ്ഡ് ബാങ്ക് അല്ലേ. അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് 5 വർഷത്തേക്ക് ഉണ്ടെങ്കിൽ ആ എമൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആകെ ഒരു ഒറ്റ ഡിഡക്ഷൻ അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഏതാണ്, സെക്ഷൻ 80C. സിയിൽ പറയുന്നത് എന്താണ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു PF എക്സെട്ര. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം ഡിഡക്ഷൻ 1,50,000 രൂപയാണ്. പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് സെൽഫ്, സ്വന്തം ആളുടേതാവാം, അതുപോലെ തന്നെ സ്പോസിൻ്റെ ആവാം, ചിൽഡ്രൻ്റേതാവാം. പക്ഷേ ഏത് പറ്റൂല,
പാരൻസിൻ്റെ പറ്റില്ല. പിന്നെ അതോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് സം അഷ്വേർഡ് ഓഫ് പോളിസി ടേക്കൺ ആഫ്റ്റർ 1st April 2012. അതായത് അഷ്വേർഡ് എമൗണ്ടിൻ്റെ 10% കൂടുതൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, പ്രീമിയം ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ ഇനി പി എഫിലേക്കുള്ള കാര്യം പറയുന്നത് സെൽഫ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടും ഒക്കെ പറ്റും. പക്ഷേ ഇതിലേക്ക് പറ്റില്ല, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാൻ പാടില്ല. ഇനി പ്രിൻസിപ്പൽ പേയ്മെന്റ് ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സെക്ഷൻ 80Cയിൽ കുറക്കാം. മറ്റൊന്നാണ് ഡെപ്പോസിറ്റ് ഇൻ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഡെപ്പോസിറ്റ് ഇൻ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഐറ്റം ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ലെസ് ചെയ്യാം. ട്യൂഷൻ ഫീ ഓഫ് 2 ചിൽഡ്രൻ വരെയാണെങ്കിൽ നമുക്കിവിടെ ലെസ് ചെയ്യാം. പിന്നെയോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോർ 5 year ഓർ മോർ വിത്ത് നാഷണലൈസ്ഡ് ബാങ്ക്. നാഷണലൈസ്ഡ് ബാങ്കിൽ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ അതിന് ഉപരിയുള്ള ഒരു വർഷത്തേക്കോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം കുറക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെഷൻ 80C നോക്കാം. അപ്പോൾ നമ്മൾ സെഷൻ 80C മാത്രമാണ്. ഇനി CCCയിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെർട്ടൻ പെൻഷൻ ഫണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് ഇവിടെ ഇതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ടാണ്. ഇവിടെയോ പെൻഷൻ ഫണ്ട്. അപ്പോൾ സെഷൻ 80CCയിൽ എന്താ പറയുന്നത്, പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതെന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പറ്റുക, എമൗണ്ട് പെയ്ഡ് ഓർ ഡെപ്പോസിറ്റഡ്, എത്രയാണോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്, ഓർ റുപ്പീസ് 1,50,000 അലൗഡ് ആസ് ഡിഡക്ഷൻ, 1,50,000 രൂപയോ അതിലേതാണോ ചെറുതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. സെക്ഷൻ 80CCയിൽ എന്താ പറഞ്ഞത്, പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1,50,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. സെക്ഷൻ 80CCC ഇപ്പം രണ്ടെണ്ണം പഠിച്ചു. സെക്ഷൻ 80Cയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, LICക്കും പ്രൊവിഡന്റ് ഫണ്ടിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടും എന്നാണ്. ഇവിടെയോ CCCയിലോ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അടുത്തത് സെക്ഷൻ 80CCD. CCC ആണ് ഇവിടെ CCD ആയി മാറി. ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 80CCD. എന്താണ്, ഇൻ റെസ്പെക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ പെൻഷൻ സ്കീം അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, അതിലെങ്ങനെ പറയുന്നത്, ആക്ച്വൽ എമൗണ്ട് ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. എത്രയാണോ എമൗണ്ട് അതല്ലെങ്കിൽ സാലറിയുടെ 10%, അതിലേതാണോ ചെറുത് അത്ര എമൗണ്ട് നമുക്ക് സെക്ഷൻ 80CCD പ്രകാരം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഏതാണ്, ആക്ച്വൽ എമൗണ്ട് അല്ലെങ്കിൽ 10% സാലറി വിച്ച് എവർ ഈസ് ലെസ്. ഇപ്പോൾ 3 സെക്ഷനാണ് പഠിച്ചത്, സെക്ഷൻ CCC, CCD. ഓക്കെ, ഇനി അടുത്തൊരു ഡിഡക്ഷൻ നോക്കാം. സെക്ഷൻ 80CCE. CCEയിൽ പറയുന്നു ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. അതായത് നമ്മളിപ്പോൾ സെക്ഷൻ 80C പറഞ്ഞു, CCC പറഞ്ഞു, CCD പറഞ്ഞു അല്ലേ. അങ്ങനെ എല്ലാ സികളിലുള്ള എല്ലാത്തും കൂടിയിട്ട് അതിൽ നിന്നും മാക്സിമം 1,50,000 രൂപയെ കുറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നോക്കാം. ദി അഗ്രിഗേറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CCC CCD will be subject to overall limit of rupees 1,50,000. സിയും CCCയും CCDയും എല്ലാം കൂട്ടിക്കഴിഞ്ഞാലും മാക്സിമം 1,50,000 രൂപ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ സെക്ഷൻ 80Cയിൽ 1,50,000, CCCയിൽ 1,50,000 അങ്ങനെയല്ല. എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് 1,50,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തിനാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്, ഡിഡക്റ്റ് ചെയ്താൽ എന്താ, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് അത്രയും ടാക്സ് ലയബിലിറ്റി കുറയും അല്ലേ. നമ്മുടെ ഇൻകത്തിൽ നിന്നാണ് ഇതൊക്കെ ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള തുക വളരെ ചെറുതായിരിക്കും. അതിനെന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചാൽ മതി. അതാണ് ഇവിടെ ശരിക്കും പഠിക്കുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U കുറക്കുന്നത് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഇനി നോക്കാം സെഷൻ 80CCG. സെഷൻ 80CCG ആണ്. അതിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ ഓൺ ഇക്വിറ്റി സേവിങ് സ്കീം. അതായത് ഇക്വിറ്റി ഷെയറിലോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന സെഷൻ ഏതാണ്? സെഷൻ 80CCG ആണ്. അതായത് ഇക്വിറ്റി ഷെയറിലോ ഇക്വിറ്റി ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും എമൗണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് 50% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഓർ റുപ്പീസ് 25,000 വിച്ച് എവർ ഈസ് ലെസ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് നമ്മൾ എത്ര രൂപയാണോ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ പകുതി എടുക്കുക. 25,000 രൂപ ഫിക്സഡ് എമൗണ്ട് ആണ്. ഫിക്സഡ് എമൗണ്ട് 25,000. അതിലേതാണ് ചെറുത്? ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ് അല്ലേ? ആ 50,000 രൂപയും ഈ 25,000 രൂപയും കമ്പയർ ചെയ്ത് അതിലേതാണോ ചെറുത്? ഏതാ ചെറുത്? ഇവിടെ 25,000 ചെറുത് അല്ലേ? അത് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ പഠിക്കേണ്ടത്? 80CCGയിൽ പറയുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ ഓൺ ഇക്വിറ്റി സേവിങ് സ്കീം, ഷെയർ അല്ലെങ്കിൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക? എങ്ങനെ കിട്ടുക ഡിഡക്ഷൻ കിട്ടുക? 50% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഓർ 25,000 വിച്ച് എവർ ഈസ് ലെസ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, സെഷൻ 80CCE പഠിച്ചു, സെഷൻ 80CCG പഠിച്ചു. ഇപ്പോൾ മൊത്തം സികൾ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെഷൻ 80D ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ഡി മെഡിക്കൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സെഷൻ 80D ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ് എന്ന് പറയുന്നത് സെഷൻ 80Dയിൽ പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ ആ അടക്കുന്ന തുക ഡിഡക്റ്റ് ചെയ്യാം. ഏത് സെഷൻ പ്രകാരം? സെഷൻ 80D പ്രകാരം. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് സെഷൻ 80D. അതിലോരോ കാര്യങ്ങളൂടി പറയുന്നുണ്ട്. പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് ഇല്ലാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം പറയുന്നതാണ് എത്രയാണ് ഡിഡക്ഷൻ ഉള്ളത്. അതായത് എത്ര രൂപയാണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. മുഴുവൻ എമൗണ്ടിന് കിട്ടില്ല. കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിൽ 2 കാര്യങ്ങളായിട്ട് പറഞ്ഞു. ഒന്നാമത് പറയുന്നത് ഫോർ സെൽഫ്, സ്പോസ് ആൻഡ് ചിൽഡ്രൻ. നമ്മുടെ സ്വന്തം മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീമിയം അടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വൈഫിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് പ്രീമിയം അടക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ചൈൽഡിൻ്റെ കുട്ടികളുടെ മെഡിക്കൽ ഇൻഷുറൻസിനാണ് പ്രീമിയം അടക്കുന്നതെങ്കിൽ, ഇങ്ങനെ 3 ആൾക്കാർ സെൽഫ്, സ്പോസ്, ചിൽഡ്രൻ ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് എത്ര രൂപയാണോ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് ഓർ റുപ്പീസ് 25,000 വിച്ച് എവർ ഈസ് ലെസ്. അതായത് പ്രീമിയം അടച്ചതും അതുപോലെ തന്നെ 25,000 രൂപയും നോക്കി അതിലേറ്റവും ചെറുത് ഏതാണോ അതാണ് അവിടെ ഡിഡക്ഷൻ കിട്ടുക. പ്രീമിയം അടച്ചത് 10,000 ആണ്. 10,000 25,000 ആണെങ്കിൽ ഏത് ചെറുത്? 10,000 ആണ്. പ്രീമിയം അടച്ചത് 30,000 ആണ്. 30,000 25,000 ചെറുത് ഏതാണ്? 25,000 ആണ്. അപ്പോൾ 25,000 രൂപ അവിടെ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ നോക്കിക്കോ, സെൽഫിന്, സ്പോസിന്, ചിൽഡ്രന് എത്രയാണ്? പ്രീമിയം പെയ്ഡ് ഓർ റുപ്പീസ് 25,000 വിച്ച് എവർ ഈസ് ലെസ്. ഇനിയോ ഫോർ പാരൻസിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ് അടക്കുന്നതെങ്കിൽ അഡീഷണൽ 25,000 ഓർ പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. ഇവിടെ 25,000 രൂപയാണ് നമുക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. അഡീഷണലി 25,000 രൂപ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ കിട്ടും. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പാരൻസിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ് അടക്കുന്നതെങ്കിൽ അഡീഷണലി 25,000 രൂപ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സിറ്റിസൺസിനാണെന്ന് പറയാം സീനിയർ സിറ്റിസൺ എന്ന് പറയാം. അവരാണെങ്കിൽ 50,000 രൂപ കൂടി എന്ത് കിട്ടും? അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ എന്താ ഇവിടെ പഠിച്ചത്? ഡിഡക്ഷൻ അണ്ടർ സെഷൻ 80Dയിൽ പറയുന്നു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എങ്ങനെയാണ് പറയുന്നത്? സെൽഫ്, സ്പോസ്, ചിൽഡ്രൻ ആണെങ്കിൽ 25,000 ഓർ പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. ഇനി പാരൻസിനാണെങ്കിൽ അഡീഷണൽ 25,000 ക്യാൻ ബി അലോഡ് ആസ് ഡിഡക്ഷൻ. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അത് 50,000 രൂപ വരെ കിട്ടും. ഓക്കെ, അടുത്ത് പറയുന്നത് സെഷൻ 80DD. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ്. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ്.
നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിങ്ങാണ്ട് ഏതെങ്കിലും അംഗവൈകല്യമുള്ള ആളുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ് സെക്ഷൻ 80D. അതായത് എന്തുകൊണ്ടെന്ന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷനാണെന്ത് സെക്ഷൻ 80D എന്ന് പറയുന്നത്. അത് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് അറിയോ? അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രകാരം പറഞ്ഞതാണെങ്കിൽ പറയും LICക്ക് ഇത്ര രൂപ അടച്ചു എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ ലെസ് ചെയ്യാം. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എത്ര രൂപ അടച്ചു എന്ന് പറയും. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടിലേക്ക് എത്ര രൂപ അടച്ചു എന്ന് പറയും. ഇവിടെയാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എത്ര രൂപ അടച്ചു എന്ന് പറയും അല്ലേ? അങ്ങനെ പറഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഡക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റെനൻസ് സപ്പോർട്ട് ഓഫ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, ചെറിയ എക്സ് ആരോ ആയിക്കോട്ടെ, എന്നിട്ട് പറയും കോമൺ ഇട്ട് പറയും ഈ ഹാസ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ്. അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട, അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഈ ഒരു ഡിഡക്ഷൻ കുറക്കാൻ പറ്റും. കുറക്കണം. ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് കുറക്കണം. എത്ര രൂപയാണ് കുറക്കേണ്ടത് എന്നുള്ളതാണ് ഇനി അവിടെ പഠിക്കേണ്ടത്. അതായത് സാധാരണ ഒരു ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 75,000 ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. ഇനി 80% ഓർ മോർ ഡിസബിലിറ്റി ആണെങ്കിൽ, അതായത് നല്ല ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 1,25,000 രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, സെക്ഷൻ 80D ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ്. നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഏതെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അതിനു വേണ്ടി കിട്ടുന്ന ഡിഡക്ഷനാണ് സെക്ഷൻ 80D പറയുന്നത്. ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആണ്. ഇത്രയും എമൗണ്ട് നിർബന്ധമായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും എമൗണ്ട് എന്തായാലും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഫോർ നോർമൽ ഡിസബിലിറ്റി ₹75,000. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000 രൂപ ഡിഡക്റ്റ് ചെയ്യാം. ഇനിയോ ഫോർ സെവറി ഡിസബിലിറ്റി ₹1,25,000. നല്ല വലിയൊരു തരത്തിലുള്ള ഡിസബിലിറ്റി ആണുള്ളതെങ്കിൽ 1,25,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 25,000 രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊരു പോയിന്റ് പറയുന്നത് ഡിസ് ഡിഡക്ഷൻ ഈസ് ഫോർ നേഴ്സിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ്. നമ്മൾ ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ്, അതിന് പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഡിഡക്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ പറയാം ഇയാൾക്കൊരു ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ് ഉണ്ട് എന്നാണ് പറയാം. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, 75,000 രൂപ കുറക്കണം. ഇനി അത് ഉള്ളത് സെവറി ഡിസബിലിറ്റി ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാലോ 1,25,000 രൂപ കുറക്കണം. ബാക്കിയിലൊക്കെ ഓരോ എമൗണ്ട് നമുക്ക് തരും. നമ്മൾ ആ എമൗണ്ടിൽ ഈ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു എമൗണ്ട് തന്നു, 25,000 രൂപയാണ് മാക്സിമം പറ്റുക അല്ലേ? അപ്പോൾ ആ മാക്സിമം 25,000 രൂപ കുറക്കാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ മാത്രം അവിടെ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതിങ്ങനെ തന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ഡിഡക്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.